പൊതുവിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട UDF ഗവൺമെൻറ്റിന് 2026-27 ബഡ്ജറ്റിൻ്റെ അവതരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള അസ്തിത്വം നഷ്ടപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ വരാത്ത ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് നിർദ്ദേശം ഗവർണറെ കൂടി അപമാനിക്കുന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയും അനുബന്ധമായ നികുതി നിർദ്ദേശവും UDFൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ധനബിൽ ഈ ജൂലൈ മാസം 1-ാം തീയതി അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശം പിൻവലിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചയെ തുടർന്ന് മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വ്യക്തമാക്കിയതാണ് UDF മദ്യനയം പ്രഖ്യാപിക്കുമെന്ന്. അപ്പോൾ UDFൻ്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ധനസംബന്ധമായിട്ടുള്ള ശുപാർശ നിയമസഭയിൽ വരാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ മേൽക്കൂര കെട്ടിയതിന് ശേഷം അടിത്തറ പാകാം എന്ന് പറയുന്നതിന് സമമാണിത്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാബിനറ്റ് നയപരമായി തീരുമാനിച്ചിട്ടില്ല, ഗവർണറുടെ നയപ്രഖ്യാപനത്തിലില്ല. ബഡ്ജറ്റിന് ശേഷം ചേരാൻ പോകുന്ന ഡിമാൻഡ് ചർച്ചയെ തുടർന്ന് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യുന്നില്ല. സർവോപരി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായി 202 ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് നിയമസഭ തന്നെ രൂപം കൊടുത്ത ചട്ടം നിയമസഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചട്ടത്തിനും വിരുദ്ധമാണ്. ഇതപര്യന്തം കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ബഡ്ജറ്റുകളെ സംബന്ധിച്ചും വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ച ഡിമാൻഡിൻ്റെ ഭാഗമായി നടത്തും. ഡിമാൻഡിൻ്റെ ഭാഗമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. സബ്ജക്റ്റ് കമ്മിറ്റിയാണ് മൈക്രോസ്കോപ്പിക് ലെവലിൽ നികുതി നിർദ്ദേശങ്ങളടക്കം പരിശോധിക്കുന്നത്. ആ നികുതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധനബില്ല് അവതരിപ്പിക്കുന്നതും അവസാനം അത് പാസ്സാക്കുന്നതും. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ച് ജനങ്ങൾക്കും ഹൗസിനും ഉറപ്പ് കൊടുത്തു UDF നയം പ്രഖ്യാപിക്കും എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ധനബിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 1-ാം തീയതിയാണ്. അതിനു മുമ്പ് നയം പ്രഖ്യാപിക്കുന്നേ ഇല്ല. പ്രഖ്യാപിക്കാത്ത ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നികുതി നിർദ്ദേശം വരുന്നത്. ആ നികുതി നിർദ്ദേശം അടങ്ങുന്ന ബഡ്ജറ്റ് പാസ്സായാൽ പിന്നീട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഗുണമനുഭവിക്കേണ്ട കക്ഷിക്ക് കോടതിയിൽ പോകാം, സ്ഥാപനങ്ങൾക്ക് കോടതിയിൽ പോകാം. അപ്പോൾ അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട VM സുധീരൻ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. നയം പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിക്കാതെ നയത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ധനബിൽ, ആ ധനബില്ലിൽ നിന്ന് ഈ ശുപാർശ ഒഴിവാക്കണമെന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ഒരു ബഡ്ജറ്റ് രൂപം കൊള്ളുന്നത് വലിയ ഇടപെടലിൻ്റെയും സ്ക്രൂട്ടിനിയുടെയും ഭാഗമായിട്ടാണ്.
ഇവിടെ ഈ ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് പഴയ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയല്ല, പൂർണ്ണമായും ഒരു പുതിയ ബഡ്ജറ്റാണിത്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ തന്നെ 11,000 കോടി രൂപയുടെ കുറവുണ്ട്. നയത്തിൽ വ്യത്യാസമുണ്ട്, പദ്ധതികളിൽ വ്യത്യാസമുണ്ട്, ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പഴയ ഗവൺമെൻറ് പാസ്സാക്കിയതിൻ്റെ ഭാഗമായി ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രസക്തിയില്ല. മാത്രവുമല്ല, മറ്റ് സബ്ജക്റ്റ് കമ്മിറ്റികളെ പോലല്ല നമ്പർ 8 ഡിമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധനകാര്യ ബില്ലിനെ തുടർന്നുള്ള ഡിമാൻഡ് ചർച്ചയുടെ ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റി. ആ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വരാതെ ഇത് അവതരിപ്പിക്കാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഈ ധനബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് നയം പ്രഖ്യാപിക്കുന്നത് വരെ ഈ ധനബിൽ മാറ്റിവെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, നിയമസഭയെയും നിയമസാമാജികന്മാരെയും കേരളത്തെയും ഇതുപോലെ മിസ്ലീഡ് ചെയ്ത, തെറ്റിദ്ധരിപ്പിച്ച, വഞ്ചിച്ച ഒരു ബഡ്ജറ്റ് അവതരണവും അതിനെ തുടർന്നുള്ള ചില പ്രഖ്യാപനങ്ങളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ പ്രകടമായി ഞാനിത് പാസ്സാക്കിയാലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അധികാരമില്ല. പക്ഷേ സൂചിപ്പിക്കുന്നത് എന്താ? അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഒരിക്കലും ധനബിൽ അവതരിപ്പിക്കരുത്. അവതരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട VM സുധീരൻ സൂചിപ്പിച്ചതുപോലെ ഈ കോടിക്കണക്കിന് രൂപ മദ്യലോബിക്ക് ലഭ്യമാകുന്ന ജനവിരുദ്ധമായ നയമടങ്ങിയ മദ്യനയം പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ചുകൊണ്ടുമായിരിക്കണം അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നൊരു ഘട്ടത്തിൽ, ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇന്നേ വരെ ഇല്ല ഈ രൂപത്തിലുള്ള ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യാത്ത ഒരു പ്രസിഡൻറ്റെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. VS അധികാരത്തിൽ വന്നതിന് ശേഷം 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ 2006 വരുമ്പോൾ അദ്ദേഹം ബഡ്ജറ്റും അനുബന്ധമായിട്ടുള്ള ഡിമാൻഡും അതിനെ തുടർന്നുള്ള സബ്ജക്റ്റ് കമ്മിറ്റിയും ചേർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പോയ സമയത്ത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹവും തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രസിഡൻ്റ് ഇല്ല, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറോട് സൂചിപ്പിച്ചിട്ടുള്ളത്. സ്പീക്കറുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇതാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്.